ബ്രിട്ടീഷ് ചരിത്രത്തിലെ ഏറ്റവും ധീരമായ വ്യക്തിത്വമുള്ള സ്ത്രീകളിൽ ഒരാളായിരുന്നു ആൻ ബോളിൻ. ഹെൻറി എട്ടാമനുമായുള്ള അവളുടെ പ്രണയവിവാഹം, തുടർന്നുണ്ടായ സംഭവബഹുലമായ അവളുടെ ജീവിതം ഒരുപാട് പുസ്തകങ്ങൾക്കും സിനിമകൾക്കും പ്രചോദനമായി. കൂടാതെ അവളുടെ മരണശേഷം മോശം കിട്ടാതെ അലയുന്ന അവളുടെ ആത്മാവിന്റെ കഥ ഒരുപാട് പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി മാറി. അങ്ങനെ ബ്രിട്ടീഷ് ചരിത്രത്തിന്റെ ഗതിയെ തന്നെ മാറ്റിമറിച്ച ആൻ ബോളിന്റെ ജീവിതകഥയെക്കുറിച്ച് അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിസ്റ്ററി പോസ്റ്റേഴ്സ്. 1501 ഇംഗ്ലണ്ടിന്റെ നോർഫക്കിൽ തോമസ് ബോളിന്റെയും എലിസബത്ത് ഹൊവാർഡിന്റെ മകളായി ആൻ ബോളിൻ ജനിച്ചത്. ആൻ വിദ്യാഭ്യാസ സമ്പന്നയും സ്വതന്ത്ര ചിന്താഗതിയുമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ആന്റെ പിതാവ് തോമസ് ഹെൻറി എട്ടാമന്റെ കൊട്ടാരത്തിൽ നയതന്ത്രജ്ഞനായി ജോലി ചെയ്യുകയായിരുന്നു. തോമസിന്റെ കൊട്ടാരത്തിലുള്ള ജോലി മുഖേന ആനിനും സഹോദരി മേരിക്കും ഫ്രഞ്ച് കൊട്ടാരത്തിൽ രാജകീയ അംഗങ്ങളായ സ്ത്രീകളുടെ പരിചാരികമാരായി ജോലി ലഭിച്ചു. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിവന്ന സമയത്ത് തോമസ് തന്റെ മകൾ ആനിനു വേണ്ടി ജെയിംസ് ബട്ട്ലർ എന്ന യുവാവുമായി വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആൻ ഈ വിവാഹത്തിന് തയ്യാറല്ലായിരുന്നു. അങ്ങനെ വിവാഹം നടക്കാതെ പോയി. തുടർന്ന് തോമസ് ആനിനെ തന്റെ ജന്മനാടായ ലണ്ടനിലേക്ക് പറഞ്ഞയച്ചു. പക്ഷേ 1522 ഹെൻറി എട്ടാമന്റെ ഭാര്യ കാതറിനെ പരിചരിക്കാനായി അവളെ തിരികെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. കൊട്ടാരത്തിലെത്തിയ ആൻ രാജ്ഞിയെ പരിചരിക്കുന്നതിനിടയിൽ തന്റെ സഹോദരി മേരിയുമായി അവിഹിത ബന്ധമുണ്ടായിരുന്ന ഹെൻറി എട്ടാമന്റെ ശ്രദ്ധയെ ആകർഷിക്കുകയും അയാൾ അവളെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ആൻ ആദ്യം ഇതിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഒടുവിൽ അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അയാളെ വിവാഹം കഴിക്കാൻ അവൾ തയ്യാറായി. ആനിനെ വിവാഹം കഴിക്കണമെന്ന ആഗ്രഹത്താൽ ആദ്യ ഭാര്യ കാതറിൽ നിന്ന് വിവാഹമോചനം നേടാൻ അയാൾ തീരുമാനിച്ചു. ഇതിന്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് 18 വർഷത്തെ വിവാഹ ജീവിതത്തിനിടയിൽ ഇംഗ്ലണ്ടിന്റെ കിരീടാവകാശിയായ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നൽകാൻ കാതറിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അത് അവളിലെ ഏറ്റവും വലിയ കുറവായി അയാൾ കണ്ടു. കാതറിന് ഒരു പെൺകുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കുഞ്ഞിന്റെ പേര് മേരി എന്നായിരുന്നു. കാതറിൽ നിന്ന് വിവാഹമോചനം നേടിത്തരാൻ അയാൾ പോപ്പിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ കാതറിന് നിരവധി അനുഭാവികളും പിന്തുണക്കാരും ഉണ്ടായിരുന്നു. കൂടാതെ അവരുടെ അനന്തരവനായ ചക്രവർത്തി ചാൾസ് ഈ പ്രശ്നത്തെക്കുറിച്ചറിഞ്ഞ് പോപ്പിനെ വന്ന് കാണുകയും ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ലെന്ന് പറയുകയും ചെയ്തു. ഇതറിഞ്ഞ ഹെൻറി ഗർഭിണിയായിരുന്ന ആനിനെ രഹസ്യമായി വിവാഹം ചെയ്യുകയും ചെയ്തു. എന്നാൽ അധികം താമസിയാതെ തന്നെ കാന്റർബറി ആർച്ച് ബിഷപ്പ് ഹെൻറി എട്ടാമന്റെയും കാതറിന്റെയും വിവാഹബന്ധം അസാധുവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തുടർന്ന് 1533 ജൂൺ 1 ഹെൻറി ആൻ ബോളിനെ രാജ്ഞിയെ കിരീടമണിയിക്കുകയും താമസിയാതെ ആൻ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. പെൺകുഞ്ഞ് ജനിച്ചത് ഹെൻറി ഒട്ടും സന്തോഷവാനായിരുന്നില്ല. അവൾ ആ കുഞ്ഞിനെ എലിസബത്ത് എന്ന പേരിട്ടു. ആൻ പിന്നീട് ഗർഭിണിയായി. എന്നാൽ ആ ഗർഭം അലസിപ്പോവുകയും ചെയ്തു. അതിന് കാരണം ആൻ തന്നെയാണെന്ന് ഹെൻറി കുറ്റപ്പെടുത്തുകയും ക്രമേണ അവരുടെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയും ചെയ്തു. 3 വർഷങ്ങൾ കടന്നുപോയിട്ടും ഇംഗ്ലണ്ടിന്റെ കിരീടാവകാശിയായ ഒരു ആൺകുട്ടിയെ നൽകാൻ ആനിന് കഴിഞ്ഞില്ല. ഇതവളുടെ ഹെൻറിക്ക് വിദ്വേഷവും വെറുപ്പും ഉണ്ടാവാൻ കാരണമായി. ഈ നിരാശയിൽ നിന്ന് മോചനം കിട്ടാൻ ഹെൻറി ജെയിൻ സെയ്മോർ എന്ന പരിചാരികയുമായി സ്നേഹത്തിലാവുകയും അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ആ വിവാഹത്തിന് ആൻ ഒരു തടസ്സമായതിനാൽ അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ചിന്ത അയാളുടെ മനസ്സിലുണ്ടായി. അതിനായി അയാൾ തോമസ് ക്രോംബെൽ എന്ന ഒരാളുമായി കൂടിച്ചേർന്ന് തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. അതിന്റെ ആദ്യപടിയായി അയാൾ ആനിന് അവളുടെ സഹോദരൻ ജോർജുമായി അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു പരത്തി. കൂടാതെ അവൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന മന്ത്രവാദിനിയാണെന്നും അവൾ രാജ്യദ്രോഹിയാണെന്നുമുള്ള കള്ളക്കഥകൾ ഉണ്ടാക്കി. അങ്ങനെ ആനിനെയും അവളുടെ സഹോദരനെ കൂട്ടുപ്രതിയാക്കി വിചാരണ തുടങ്ങി. ഹെൻറി അവൾക്കെതിരെ കള്ളത്തെളിവുകൾ നിരത്തി. ഈ തെളിവുകൾ കോടതി പരിഗണനയിലെടുക്കുകയും ആനിനെയും സഹോദരനെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കോടതി ഹെൻറിക്ക് ആനിൽ നിന്ന് വിവാഹമോചനം നൽകുകയും ചെയ്തു. രാജകീയ പ്രൗഢികൾ നഷ്ടമായ ആനിനെ വധശിക്ഷയ്ക്ക് മുൻപ് തടവറയിലടച്ചു. തടവറയിലെ ഓരോ ദിവസവും അവൾ ദുഃഖത്തോടെ തള്ളി നീക്കി. അവൾക്ക് തന്റെ മകൾ എലിസബത്തിനെ കുറിച്ചോർത്ത് വല്ലാത്ത ആശങ്കയായിരുന്നു. തന്റെ മരണശേഷം തന്റെ മകളുടെ ജീവിതം എന്താകുമെന്ന ചിന്ത അവളെ അലട്ടിക്കൊണ്ടിരുന്നു. അതിനിടയിൽ അവളുടെ സഹോദരൻ ജോർജിന്റെ വധശിക്ഷ നടപ്പിലാക്കി. തന്റെ സഹോദരന്റെ മരണ വാർത്ത അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. തനിക്കെന്നും ആശ്വാസമായിരുന്ന സഹോദരന്റെ മരണം അവളെ ആകെ തളർത്തി കളഞ്ഞു. 1536 മെയ് 19 അന്നായിരുന്നു അവളുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം. വധശിക്ഷ നടപ്പിലാക്കുന്നതിനായി അവളെ കൊണ്ടുപോകാനായി 4 സ്ത്രീകൾ അവളെ ഒരുക്കുകയും അതിനുശേഷം അവളെ ആ സ്ഥലത്തേക്ക് നയിക്കുന്നതിനായി ചുറ്റി നിൽക്കുകയും ചെയ്തു. അവൾ കണ്ണു ചിമ്മാതെ ശാന്തഭാവത്തോടെ തന്റെ മനസ്സ് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് മരവിച്ച മനസ്സുമായി മുന്നോട്ട് നടന്നു. അവിടെ എത്തിയ അവൾ തന്റെ ശിരോവസ്ത്രം സ്വയം അഴിച്ചുമാറ്റി.
അതിനെ തുടർന്ന് അവിടെ കൂടി നിന്നവരോട് തന്റെ അവസാന വാക്കുകൾ പറഞ്ഞ ശേഷം മുട്ടുകുത്തി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ എന്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ഇത്രയും പറഞ്ഞവൾ ആരാച്ചാരുടെ ദൗത്യം പൂർത്തീകരിക്കുന്നതിനായി തന്റെ ശിരസ് കുനിച്ചു നിന്നു. ആരാച്ചാർ വാളുയർത്തുമ്പോഴും അവൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാമായിരുന്നു. അയാളുടെ കയ്യിലിരുന്ന വാൾ അവളുടെ കഴുത്തിനെ ലക്ഷ്യമാക്കി ഉയർന്നു താണു. അടുത്ത ക്ഷണം അവളുടെ തല തെറിച്ച് ദൂരെ വീണു. എല്ലാവരും ഒരു നിമിഷം കണ്ണുകൾ ഇറുക്കിയടച്ചു. ഈ നിമിഷം ലണ്ടനെ മുഴുവൻ നടക്കിക്കൊണ്ട് പീരങ്കിയിൽ നിന്ന് വെടിയച്ചുണ്ടായി. തന്റെ ഭാര്യയുടെ മരണം ലോകത്തെ അറിയിക്കാൻ ഹെൻറിയുടെ ആജ്ഞപ്രകാരം നടന്നതായിരുന്നു ആ പ്രകടനം. അവിടെ കൂടി നിന്ന പരിചാരികമാർ കണ്ണീരോടെ തങ്ങളുടെ പ്രിയപ്പെട്ട രാജ്ഞിയുടെ വേർപെട്ട തലയും ഉടലും ഒരു അമൂല്യ വസ്തുവിനെ പോലെ ഏറ്റെടുക്കുകയും തുടർന്ന് അവരുടെ ശരീരം ഒരു ശവപ്പെട്ടിക്കുള്ളിൽ വെച്ച് സെന്റ് പീറ്റേഴ്സ് ഓഫ് വിൻകുല ചാപ്പലിൽ മതപരമായ ചടങ്ങുകളൊന്നും തന്നെ ഇല്ലാതെ അടക്കം ചെയ്തു. മരിക്കുമ്പോൾ ആൻ ബോളിന് 35 വയസ്സായിരുന്നു പ്രായം. ആനിന്റെ മരണശേഷം ഹെൻറി ജെയിൻ സെയ്മോനെ വിവാഹം ചെയ്തു. അവളെ തന്റെ രാജ്ഞിയെ കിരീടമണിയിക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ ജെയിൻ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. അങ്ങനെ ഹെൻറിയുടെ ആഗ്രഹം സഫലമായി. എന്നാൽ ആ സന്തോഷം അധികം നേരം നിന്നില്ല. പ്രസവാനന്തരമുണ്ടായ അസുഖങ്ങൾ മൂലം ജെയിൻ മരണപ്പെട്ടു. ഹെൻറി തന്റെ മകനെ എഡ്വേർഡ് ഒന്നാമൻ എന്ന പേരിട്ടു. എന്നാൽ കുട്ടിക്കാലം മുതൽക്കേ ഒരു മാരക രോഗത്തിന്റെ പിടിയിലായിരുന്നു എഡ്വേർഡ്. അവന്റെ ചികിത്സയ്ക്ക് ഹെൻറി ഒരു കുറവും വരുത്തിയില്ല. ഇതിനായി ഹെൻറി 3 സ്ത്രീകളെ കൂടി വിവാഹം ചെയ്തു. ക്ലീവ്സിലെ ആനി, ആനിയുടെ കസൻ കാതറിൻ ഹവാൾ, കാതറിൻ പാർ എന്നിവരായിരുന്നു ആ സ്ത്രീകൾ. പ്രായമാകും തോറും ഹെൻറിയുടെ അമിതഭാരം വർദ്ധിക്കുകയും അയാളുടെ കാലിൽ അൾസർ ഉണ്ടാവുകയും നടക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്തു. ഈ അസുഖങ്ങൾ മൂലം അയാൾ അധികം താമസിയാതെ തന്നെ മരണമടയുകയും ചെയ്തു. അയാളുടെ മരണശേഷം എഡ്വേർഡ് ഒന്നാമൻ തന്റെ 9ാം വയസ്സിൽ ഭരണാധികാരിയായി സ്ഥാനമേറ്റു. അവൻ നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അവന്റെ ഭരണത്തിന് കീഴിൽ ഇംഗ്ലണ്ടിൽ പല ഭരണപരിഷ്കാരങ്ങൾ ഉണ്ടായി. എന്നാൽ 1553 തന്റെ 15ാം വയസ്സിൽ അവന്റെ അസുഖം മൂർച്ഛിക്കുകയും അവൻ മരണപ്പെടുകയും ചെയ്തു. എഡ്വേർഡിന്റെ മരണത്തിനു ശേഷം കാതറിന്റെ മകൾ മേരിയെ കിരീടാവകാശിയായി പ്രഖ്യാപിച്ചു. മേരി തന്റെ ഭരണകാലത്ത് എഡ്വേർഡിന്റെ ഭരണപരിഷ്കാരങ്ങളെ മാറ്റിമറിച്ചു. അങ്ങനെ അവൾ കുപ്രസിദ്ധ ഭരണാധികാരിയായി പേരെടുത്തു. അവളുടെ ഭരണകാലത്ത് അഴിമതിയും അത്യാചാരങ്ങളും ഉണ്ടായി. 1558 മേരിയുടെ മരണത്തെ തുടർന്ന് ആൻ ബോളിന്റെ മകൾ എലിസബത്ത് ഒന്നാമൻ അടുത്ത ഭരണാധികാരിയായി സ്ഥാനമേറ്റു. എലിസബത്ത് തികഞ്ഞൊരു ഭരണാധികാരിയായിരുന്നു. അവരുടെ ഭരണകാലത്ത് രാജ്യം ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുകയും അവൾ ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ധീരയായ ഭരണാധികാരിയായി മാറുകയും ചെയ്തു. അവൾ തന്റെ മരണം വരെയും വിവാഹം കഴിക്കാതെ കന്യകയായി തന്നെ ജീവിച്ചു. അങ്ങനെ ആണുങ്ങൾ കിരീടാവകാശിയായാലേ രാജ്യം മുന്നോട്ടു പോകൂ എന്ന പഴഞ്ചൻ സിദ്ധാന്തങ്ങളെ അവൾ തിരുത്തി കുറിച്ചു. ഒരാൺകുഞ്ഞു ജനിക്കാതെ പോയതിനാൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടമായ സ്വന്തം അമ്മയോടുള്ള അവളുടെ കർത്തവ്യമായിരിക്കാം അവളുടെ ജീവിതത്തിലെ ഈ നേട്ടങ്ങൾക്കെല്ലാം കാരണം. ഭരണങ്ങളും ഭരണാധികാരികളും മാറി വരുമ്പോഴും കാലങ്ങൾ കടന്നു പോകുമ്പോഴും മായാതെ നിന്ന ഒരു ഭീതി ഉണർത്തുന്ന കഥ ഇതിൽ പിന്നെ നടക്കുന്നുണ്ടായിരുന്നു. അതായിരുന്നു തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ അകാലത്തിൽ സ്വന്തം മകളെ വിട്ട് പിരിഞ്ഞു പോകേണ്ടി വന്ന ആൻ ബോളിന്റെ പ്രേതാത്മാവിന്റെ കഥ. അനുഭവസ്ഥരുടെ വാക്കുകൾ അനുസരിച്ച് ആൻ ബോളിന്റെ ശിരച്ഛേദം നടന്ന അന്ന് രാത്രിയിൽ കുറെ പേർ വിജനമായ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഇരട്ടത്തു നിന്ന് ഒരു കുതിരക്കുളമ്പടിയുടെ ശബ്ദം കേട്ട് അവർ വഴിയിൽ നിന്ന് അല്പം മാറി നിന്നു. അവർ നോക്കുമ്പോൾ തലയില്ലാത്ത 4 കുതിരകൾ വലിക്കുന്ന ഒരു രഥം കാണാനിടയായി. അതവരുടെ മുന്നിലൂടെ കടന്നുപോയി. അതിനുള്ളിലേക്ക് നോക്കുമ്പോൾ വെളുത്ത ഗൗൺ ധരിച്ച ആനിന്റെ പ്രേതം തന്റെ വെട്ടിമാറ്റപ്പെട്ട ശിരസ് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കാഴ്ച കണ്ട് അവർ ഭയന്നു വിറച്ചു. ആ രഥം വളരെ വേഗത്തിൽ ബിക്ലിംഗ് ഹാളിന്റെ മുന്നിലെത്തി ഞൊടിയിടയിൽ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതിന് സമാനമായ പല ഭീകര അനുഭവങ്ങളും പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതിലൊരു സംഭവം നടന്നത് 1864 അന്ന് ക്യാപ്റ്റൻ JD ഡ്യൂണ്ടായുടെ താമസ സ്ഥലത്തിന് സമീപത്തായി കാവൽ നിന്നിരുന്ന ഒരു പട്ടാളക്കാരൻ ആനിന്റെ ആത്മാവിനെ കാണാനിടയായി. പട്ടാളക്കാരൻ പ്രേതത്തെ കണ്ടിടാൻ ആനിനോട് ദേഷ്യപ്പെടുകയും തന്റെ കയ്യിലിരുന്ന ബയോണറ്റ് എടുത്ത് ആ രൂപത്തിന് നേരെ കുത്തിയിറക്കുകയും ചെയ്തു. എന്നാൽ ബയോണറ്റ് സുതാര്യമായ രൂപത്തിലൂടെ കടന്നുപോയി. ഇത് കണ്ട മാത്രയിൽ തന്റെ കൺമുന്നിൽ നിൽക്കുന്നത് മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം അയാൾ ബോധരഹിതനായി നിലത്തു വീണു. എന്നാൽ ഇതെല്ലാം ക്യാപ്റ്റൻ JD ഡ്യൂണ്ടായി തന്റെ മുറിയുടെ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അതിനാൽ ഡ്യൂട്ടി സമയത്ത് ബോധരഹിതനായി വീണാൽ ജയിൽ ശിക്ഷ കണ്ടുവന്നതിൽ നിന്ന് ആ പട്ടാളക്കാരനെ ഡ്യൂണ്ടായി തന്റെ സാക്ഷിമൊഴിയിലൂടെ രക്ഷപ്പെടുത്തി. ലണ്ടൻ ടവർ, ബിക്ലിംഗ് ഹാൾ, വിൻഡസർ കാസിൽ ഇവിടെയെല്ലാം ആൻ ബോളിന്റെ പ്രേതത്തെ കണ്ടതായി പറയപ്പെടുന്നു.
എന്നാൽ ഇതിലെല്ലാം കൂടുതൽ ആൻ ബോളിന്റെ സാന്നിധ്യം ഏറ്റവും കൂടുതലായി കാണപ്പെട്ടത് ഹെവർ കാസിലാണ്. അവിടെയാണ് തന്റെ ഭർത്താവ് ഹെൻറിയുമൊത്ത് അവൾ സന്തോഷകരമായ നാളുകൾ ചിലവഴിച്ചത്. 1970 ഹെവർ കാസിൽ സന്ദർശിക്കാനെത്തിയ ഒരാൾ വൈകുന്നേരം കാസിലിന്റെ ചുറ്റും നടന്നു കാണാൻ പോയപ്പോൾ ഏതൻ നദിക്കരയുടെ അടുത്ത് വെളുത്ത ഗൗൺ ധരിച്ച ഒരു സ്ത്രീരൂപം അയാൾ കാണാനിടയായി. അതാരാണെന്നറിയാൻ അയാൾ ആ രൂപത്തിന്റെ അടുത്തേക്ക് നടന്നു. അയാളുടെ കാൽപെരുമാറ്റം കേട്ട് ആ രൂപം പതുക്കെ തിരിഞ്ഞു. ആ മുഖം കണ്ട് അയാൾ ഭയന്നു. കാരണം കാസിലിനിൽ അയാൾ കണ്ട ആൻ ബോളിന്റെ മുഖം തന്നെയായിരുന്നു അത്. ആ രൂപം അയാളെ ദയനീയ ഭാവത്തോടെ നോക്കി. അതിനുശേഷം പതുക്കെ നടന്ന് മൂടൽ മഞ്ഞിൽ പോയി മറഞ്ഞു. ഇങ്ങനെ നീളുന്ന ആൻ ബോളിന്റെ പ്രേതാത്മാവിനെ കുറിച്ചുള്ള അനുഭവ കഥകൾ. ഇതൊക്കെ കഥയെന്നല്ല, ഇതൊക്കെ നടന്ന സംഭവങ്ങൾ എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ തന്നെ 2003 പുറത്തു വന്നു. അന്നൊരു ശൈത്യകാലത്ത് ഹാംപ്ടൺ കോർട്ടിലെ ക്ലോ കോർട്ടിന് സമീപമുള്ള ഒരു പ്രത്യേക ഫയർ എക്സിറ്റ് വാതിൽ തുടർച്ചയായി 3 ദിവസം തുടർന്നു നടക്കുകയായിരുന്നു. അത് അടയ്ക്കാനായി സുരക്ഷാ ജീവനക്കാരെ അവിടേക്ക് വിളിച്ചു. എന്നാൽ അവർ വന്നില്ല. അങ്ങനെ ഒരിക്കൽ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവർ കണ്ട കാഴ്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. അതിന്റെ ആദ്യ ദിവസത്തെ ദൃശ്യത്തിൽ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. 2ാം ദിവസത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അകത്തുനിന്ന് ആൻ ബോളിനെ പോലെ വസ്ത്രം ധരിച്ച ഒരു അസ്ഥികുടം പുറത്തു വരികയും വാതിലുകൾ അടയ്ക്കുകയും ചെയ്തു. ഈ വീഡിയോ ഇന്നും അവരുടെ പ്രേതാത്മാവ് ഹാംപ്ടൺ കോർട്ട് പാലസിൽ ഉള്ളതിന്റെ ശക്തമായ തെളിവായി തന്നെ മാറി. ഇതുപോലെ വിൻസർ കാസിലെ ഡീൻസ് കോൺസ്റ്ററിൽ ആൻ ബോളിന്റെ പ്രേതത്തെ കണ്ടതായി പറയപ്പെടുന്നു. അവൾ ജന്നാലയ്ക്കരികിൽ നിൽക്കുന്നതും ഇടനാഴിയിലൂടെ തന്റെ അറ്റുപോയ തല കയ്യിൽ വെച്ച് നടന്നു പോകുന്നതുമായ പ്രേതത്തെ പലരും കണ്ടതായി പറയപ്പെടുന്നു. ക്രിസ്മസ് ഈവിൽ അവളുടെ പ്രേതം ഏതൻ നദിക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിലൂടെ നിശബ്ദമായി ഒഴുകി നീങ്ങുന്നത് കാണാറുണ്ടെന്ന് അവിടെയുള്ളവർ അവകാശപ്പെടുന്നു. കാരണം അവിടെ നിന്നാണ് ഇംഗ്ലീഷ് ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിക്കുന്ന അവളുടെ യാത്ര ആരംഭിച്ചത്. 2009 പ്രശസ്ത എഴുത്തുകാരനായ ലിയ മാർഷൽ ഹോവർ കാസിലെ തന്റെ സന്ദർശനത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകത്തിൽ ആൻ ബോളിന്റെ പ്രേതമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഫോട്ടോകളും ഉൾപ്പെടുന്നു. മരണമെന്നത് ആൻ ബോളിനെ സംബന്ധിച്ച് മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമായിരുന്നു. തനിക്കെതിരെ നടന്ന കൊടും ക്രൂരത അവളെ ആൻ ബോളിൻ എന്ന രാജ്ഞിയിൽ നിന്ന് ഗതി കിട്ടാത്ത ആത്മാവാക്കി മാറ്റി. ഇന്നും അവൾ ആ വേദനയിൽ മോശം കിട്ടാത്ത ആത്മാവായി തന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നിടത്തൊക്കെ അലയുന്നുണ്ടാവാം.